السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ വിശ്വാസിനികളെ, കുഞ്ഞുമക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പവിത്രമായ ഈ റമദാൻ മാസത്തിലെ 2 നോമ്പുകൾ പൂർത്തിയാക്കി മൂന്നാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഇതുവരെയുള്ള നോമ്പുകൾ സ്വീകരിക്കുകയും ഇനി വരാനിരിക്കുന്നവ അവന്റെ കാരുണ്യം കൊണ്ട് പിടിച്ചു പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചതിനാലാണ് ഈ വിശുദ്ധ നിമിഷങ്ങളിൽ ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്ക് സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എൻ്റെ സുഹൃത്ത് അസ്ലം ഈ വേദിയെ ധന്യമാക്കിയിരുന്നു. നോമ്പിന്റെ പ്രാഥമികമായ അറിവുകളും ആത്മീയ വശങ്ങളും അസ്ലം നിങ്ങളുമായി പങ്കുവച്ചു. കൂടാതെ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഇന്ന് റമദാനിന്റെ 3-ാം രാവിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആരാധനകളുടെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. നോമ്പ് എന്നത് ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ മാറ്റമായ ആത്മനിയന്ത്രണത്തെയും അതോടൊപ്പം സബറിനെ അഥവാ ക്ഷമയെക്കുറിച്ചുമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നാം പകൽ സമയം വിശപ്പും ദാഹവും സഹിക്കുന്നത് കേവലം ഒരു പട്ടിണി ഇരിക്കലല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ നമ്മുടെ ഇച്ഛകളെ കീഴടക്കാനുള്ള വലിയ ഒരു പരിശീലനമാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഇവിടെ തഖ്വ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കരുത്ത്, സൂക്ഷ്മത എന്നൊക്കെയാണ്. നോമ്പുകാലത്ത് അനുവദനീയമായ ഭക്ഷണവും പാനീയവും നാം അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കുന്നു. ഹലാലായ കാര്യങ്ങൾ പോലും അള്ളാഹു പറഞ്ഞതിനാൽ ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ എളുപ്പമായിരിക്കണം എന്നതാണ് നോമ്പിന്റെ യുക്തി. നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സാധിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നാം ഗൗരവത്തോട് ചിന്തിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, അതിൽ നബി തിരുമേനി പറഞ്ഞു, മല്ലൻ യദഅ ഖൗല സൂരി വൽ അമല ബിഹി, ഒരാൾ മോശം സംസാരവും മോശം പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല. നോമ്പുകാരൻ തന്റെ നാവിനെ നിയന്ത്രിക്കണം. പരദൂഷണം പറയുന്നതും കള്ളം പറയുന്നതും നോമ്പിന്റെ പ്രതിഫലത്തെ പാടെ ഇല്ലാതാക്കും. നോമ്പിനെ ഒരു പരിച എന്ന നിലയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിശേഷിപ്പിച്ചത്. ഒരു യുദ്ധകളത്തിൽ ശത്രുവിന്റെ അമ്പുകളിൽ നിന്ന് പരിച എപ്രകാരം ഒരു പോരാളിയെ സംരക്ഷിക്കുന്നുവോ, അതുപോലെ നരകാഗ്നിയിൽ നിന്നും പാപങ്ങളിൽ നിന്നും നോമ്പ് വിശ്വാസിയെ സംരക്ഷിക്കണം. നമ്മുടെ അവയവങ്ങൾ ഓരോന്നും നോമ്പെടുക്കണം. നാവ് കൊണ്ട് നാം അനാവശ്യം പറയരുത്. കൈകൾ കൊണ്ട് അക്രമം ചെയ്യരുത്. കാലുകൾ കൊണ്ട് പാപത്തിലേക്ക് നടക്കരുത്. കണ്ണിന്റെ നോട്ടം പോലും അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഹൃദയത്തിൽ തെളിയുന്ന ചിന്തകളിൽ പോലും അള്ളാഹുവിനെ നാം ഭയപ്പെടണം. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത് നോമ്പിന് 3 തലങ്ങളുണ്ടെന്നാണ്. ഒന്ന്, സാധാരണക്കാരുടെ നോമ്പ്, അതായത് ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കൽ. 2, സവിശേഷ വ്യക്തികളുടെ നോമ്പ്, അതായത് കണ്ണ്, നാവ്, കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങളെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തൽ. 3, ഏറ്റവും ഉന്നതരുടെ നോമ്പ്, അത് ഹൃദയത്തെ അനാവശ്യ ചിന്തകളിൽ നിന്ന് ഒഴിവാക്കിയുള്ള നോമ്പ് അനുഷ്ഠിക്കലാണ്. നമ്മുടെ ഈ 3-ാം രാത്രിയിൽ നാം സ്വയം പരിശോധിക്കേണ്ടത്
കഴിഞ്ഞ 2 ദിവസത്തെ നോമ്പുകൊണ്ട് ഹൃദയത്തിൽ എന്തു മാറ്റം വന്നു എന്നാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? ഒരു മുസ്ലിം എന്നാൽ അവന്റെ നാവ് കൊണ്ടും കൈകൊണ്ടും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കണം. നോമ്പ് ആ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു പരിശീലനമാണ്. നാം പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം ഇല്ലാതാകണം. മറ്റുള്ളവരോടുള്ള വിനയം വർദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പ് ഒരു പരിചയമാണ്. അതിനാൽ നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായിരിക്കുമ്പോൾ അനാവശ്യം സംസാരിക്കരുത്, ബഹളം വെക്കരുത്. ആരെങ്കിലും അവനെ ചീത്ത വിളിക്കുകയോ വഴക്കിന് വരികയോ ചെയ്താൽ, ഞാൻ നോമ്പുകാരനാണ്, അന സ്വാഇമുൻ എന്ന് 2 പ്രാവശ്യം അവൻ പറയട്ടെ. നബിതങ്ങൾ തുടർന്നു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നോമ്പുകാരുടെ വായുടെ ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ ഉത്തമമാണ്. അള്ളാഹു നോമ്പുകാരെ കുറിച്ച് പറയും, അവൻ എനിക്ക് വേണ്ടി തൻ്റെ ആഹാരവും പാനീയവും വികാരങ്ങളും ഉപേക്ഷിച്ചു. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ തന്നെയാണ് പ്രതിഫലം നൽകുന്നത്. മറ്റു സൽപ്രവർത്തികൾക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം നൽകപ്പെടുക. വിശ്വാസികളെ, ഈ ഒരു ആത്മനിയന്ത്രണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നോമ്പ് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. അസൂയ, വിദ്വേഷം, അഹങ്കാരം എന്നിവയിൽ നിന്ന് ഹൃദയത്തെ മോചിപ്പിക്കണം. ഇതാണ് റമദാൻ ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ സംസ്കരണം. നാം ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ നോമ്പിന്റെ ചൈതന്യമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ശത്രുതയുള്ളവരോട് പോലും സമാധാനപരമായ നിലപാട് സ്വീകരിക്കാൻ നോമ്പ് നമ്മെ പ്രാപ്തരാക്കണം. 3-ാം രാവിലേക്ക് നാം എത്തുമ്പോൾ പലപ്പോഴും ആദ്യ 2 ദിവസങ്ങളിലെ ആവേശം അല്പം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് നാം സബർ അഥവാ ക്ഷമ ശീലിക്കേണ്ടത്. റമദാൻ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഷഹ്റു സബർ അഥവാ ക്ഷമയുടെ മാസം എന്നാണ്. പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിശപ്പും രാത്രിയിലെ ദീർഘമായ നമസ്കാരങ്ങളും വിശ്വാസിയെ ക്ഷമ ശീലിപ്പിക്കുന്നു. സൂറത്ത് സുമറിലെ 10-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ഇന്നമാ യുവ്ഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമാശീലർക്ക് തന്നെയാകുന്നു അവരുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി കൊടുക്കുന്നത്. ഈ റമദാനിൽ നാം പുലർത്തുന്ന ഓരോ ക്ഷമയ്ക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. വിശപ്പ് സഹിച്ച് ഇബാദത്തുകളിൽ മുഴുകുന്ന ഓരോ നിമിഷവും അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ പരീക്ഷണമായി കാണാനും അതിൽ പതറാതെ നിൽക്കാനും നോമ്പ് നൽകുന്ന ഈ കരുത്ത് നമുക്ക് സഹായകമാകട്ടെ. തഖ്വ എന്നത് കേവലം ഒരു പദമല്ല, അത് ഓരോ നിമിഷവും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന വലിയ ബോധമാണ്. ആരും കാണാതെ മുറിയിൽ തനിച്ചായിരിക്കുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വിശ്വാസി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു എന്നെ കാണുന്നു എന്ന ഉറച്ച വിശ്വാസം അഥവാ ഇഹ്സാൻ അവനുള്ളത് കൊണ്ടാണ്. ഒരു തുള്ളി വെള്ളത്തിന്റെ കാര്യത്തിൽ പോലും നമ്മൾ പുലർത്തുന്ന ഈ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലെ മറ്റു മേഖലകളിലും നാം പുലർത്തേണ്ടതുണ്ട്. ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും സൂറത്തുൽ ഖാഫിലെ 16-ാം വചനത്തിൽ പ്രസ്താവിക്കുന്ന പോലെ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നാം അവനോട് അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാകുന്നു എന്ന് പറയുന്ന നമ്മുടെ റബ്ബ് കാണുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇതേ വിശ്വാസം റമദാനിന് പുറത്തുള്ള നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ടതുണ്ട്. റമദാനിൽ അള്ളാഹുവിനെ ഭയക്കുന്ന നാം റമദാനിന് ശേഷം പാപങ്ങളിലേക്ക് മടങ്ങുന്നത് നമ്മുടെ ഈ പരിശീലനം പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. പള്ളിയിൽ വെച്ച് മാത്രം മുസ്ലിം ആയാൽ പോരാ, മറിച്ച് മാർക്കറ്റിലും ജോലിസ്ഥലത്തും നമ്മുടെ ഇടപാടുകൾ സുതാര്യമാകണം. നോമ്പ് നമ്മെ സത്യസന്ധരാക്കണം. അമിതമായ ലാഭം കൊതിക്കുന്നവരും കച്ചവടത്തിൽ ചതി നടത്തുന്നവരും നോമ്പ് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാത്തവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനവും അള്ളാഹുവിന്റെ തൃപ്തിയിലാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ അതിവേഗം കടന്നു പോകുന്ന മാസമാണ്. കണ്ണടച്ചു തുറക്കും മുമ്പേ മുഴുവൻ ദിനങ്ങളും കടന്നുപോകും. അതുകൊണ്ട് ബാക്കിയുള്ള സമയമെങ്കിലും അശ്രദ്ധയില്ലാതെ ഉപയോഗപ്പെടുത്തുക. പകൽ സമയം നോമ്പ് നോൽക്കുകയും രാത്രി സമയം അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക. നമ്മുടെ സംസാരങ്ങൾ കുറയ്ക്കുക, പകരം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. മുൻഗാമികൾ റമദാനിൽ അനാവശ്യ കൂട്ടം കൂടലുകൾ പോലും ഒഴിവാക്കി
പള്ളികളിലും വീടുകളിലും ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു. മടിയെ നാം അതിജയിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ഓരോ പടിയിലും ആമീൻ എന്ന് പറയുന്നത് സഹാബികൾ കേട്ടു. പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്ന് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അതിന് ഞാൻ ആമീൻ പറഞ്ഞു. അതിലൊന്ന് റമദാൻ ലഭിച്ചിട്ടും തൻ്റെ പാപങ്ങൾ ഓർക്കാൻ കഴിയാത്തവൻ്റെ മൂക്ക് മണ്ണിൽ ഉരസട്ടെ എന്ന പ്രാർത്ഥനയ്ക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ അവസരം നാം മുതലാക്കുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ഇസ്ലാം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, റമദാൻ സമാഗതമായാൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും പിശാചുക്കളെ ചെങ്ങലകളിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും. നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഇത്രയും അനുകൂലമായ സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. പിശാചുക്കൾ ചെങ്ങലയിലായ ഈ സമയത്തും നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ പാപങ്ങൾ ഓർക്കപ്പെടുന്ന തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പുകാർക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന അതിമഹത്തായ ഒരു സവിശേഷതയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണുക. നിശ്ചയം സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയപ്പെടുന്ന ഒരു വാതിലുണ്ട്. അന്ത്യദിനത്തിൽ നോമ്പുകാർ അതുവഴിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അവരല്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല. അന്ന് ഇപ്രകാരം വിളിച്ചു ചോദിക്കപ്പെടും, നോമ്പുകാർ എവിടെ? അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും. അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടയ്ക്കപ്പെടും. പിന്നീട് ആരും തന്നെ അതിലൂടെ പ്രവേശിക്കുന്നതല്ല. ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് മനുഷ്യർ വിചാരണ മൈതാനിയിൽ നിൽക്കുമ്പോൾ നോമ്പുകാർ എവിടെ എന്ന വിളി കേൾക്കുന്നതും അവർക്ക് മാത്രമായി സ്വർഗത്തിലെ ആ പ്രത്യേക കവാടം തുറക്കപ്പെടുന്നതും എത്ര വലിയ ആദരവാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല അത്. തൻ്റെ ശരീരത്തെയും വികാരങ്ങളെയും അള്ളാഹുവിന് വേണ്ടി നിയന്ത്രിച്ച യഥാർത്ഥ നോമ്പുകാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു VIP എൻട്രിയാണ്. അങ്ങനെ പരലോകത്ത് സ്വർഗത്തിന്റെ റയ്യാൻ എന്ന വാതിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ നിസ്കാരങ്ങളും അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഓരോ സുജൂദിലും അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തോപ്പുകളിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ രാത്രികളിൽ നാം ചോദിച്ച പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവെ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ നോമ്പുകൾ നീ സ്വീകരിക്കുകയും അശ്രദ്ധകൾക്ക് നീ മാപ്പ് നൽകുകയും ചെയ്യണമേ. ഇനിയുള്ള ദിനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. اللهم إنك عفو تحب العفو فاعف عني. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.